ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് കുഴിനഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ നഖത്തിന് അടിയിൽ ചെറിയ മുറിവുകളുണ്ടായി, ചെറിയ പോറലുകളുണ്ടായി അവിടെ ഇൻഫെക്ഷൻ ആകുന്നതാണ് കുഴിനഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാലുകളിലും കൈകളിലും. ഈ രോഗം സാധാരണഗതിയിൽ കണ്ടുവരുന്നത് നമ്മുടെ പാത്രം കഴുകുന്നതിനുള്ള ഡോസ് കൂടിയ, വീര്യം കൂടിയ സോപ്പ് ഉപയോഗിക്കുന്നതിൽ കൂടി കൈകളിലുണ്ടാകും. അതോടൊപ്പം തന്നെ കൃഷി കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന, കന്നുകാലി വളത്തിൽ കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കാൽനഖങ്ങളിലും ഉണ്ടാകും. നഖത്തിനിടയിൽ ചെറിയ പോറൽ പോലെയുള്ള മുള്ളുകൊള്ളുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി നഖത്തിനിടയിൽ പഴുപ്പുണ്ടാകുന്നതാണ് കുഴിനഖത്ത് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പം അത്തരം കാര്യങ്ങൾക്ക് നമുക്കൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കാതിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള മരുന്ന് ഏതാണ് എന്ന് നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയാം, നഖത്തിനടിയിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ, ആ വ്രണങ്ങളുമായിട്ട് വേണ്ട രീതിയിലുള്ള ചികിത്സ അറിയാൻ പാടില്ലാതെ വരുമ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് ഓരോ പ്രാവശ്യവും ചെറിയ ചെറിയ വേദനകളായിട്ട് ആ ഇൻഫെക്ഷൻ വ്യാപിക്കുന്ന അവസ്ഥയിലാണ്. അവസാന ഘട്ടമാകുമ്പോൾ നമ്മുടെ നഖം പറിച്ചു കളയാതെ അതിൽ നിന്ന് മോചനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നമ്മുടെ അടുക്കളയിൽ അല്ലെ പാത്രം കഴുകുന്ന പരിപാടി ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അവർക്ക് കുഴിനഖം ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വീര്യം കൂടിയ സോപ്പ് ലിക്വിഡ് പാത്രം കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ ആ സോപ്പ് ലിക്വിഡ് വളരെ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ്. അപ്പം അതിനുള്ള ഏക പരിഹാരമാർഗം നമ്മുടെ ചർമ്മത്തിന് സുരക്ഷിതത്വം നൽകുന്ന സോപ്പ് ലിക്വിഡ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. പണ്ട് നമ്മൾ ചാരമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആർക്കും കുഴിനഖം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നതില്ല. കൈകളിൽ കുഴിനഖം ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സോപ്പ് ലിക്വിഡ് തന്നെയാണ്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സോപ്പ് ലിക്വിഡുകളെല്ലാം അതിലുപയോഗിച്ചിരിക്കുന്ന കെമിക്കലുകൾ നമ്മുടെ ചർമ്മത്തിന് താങ്ങാവുന്ന അളവിൽ കൂടുതൽ വീര്യമുള്ള കെമിക്കലുകളാണ്. അത്തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാത്രം കഴിയുന്ന സമയത്ത് നമ്മുടെ നഖത്തിൻ്റെ സൈഡിൽ നീറ്റൽ ഉണ്ടാകുക എല്ലാവർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ നീറ്റലാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ കുഴിനഖമായിട്ട്, കൈകളിലെ കുഴിനഖമായിട്ട് മാറ്റപ്പെടുന്നത്. കാലുകളിലെ കുഴിനഖമായിട്ട് മാറുന്നത് കൃഷി പരിപാടികളിൽ കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കന്നുകാലി വളത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അവരുടെ കാൽനഖത്തിൻ്റെ ഭാഗത്ത് ചെറിയ പോറലുകൾ, മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ഇതിനെല്ലാം ഫലപ്രദമായിട്ടുള്ള മരുന്ന് നമുക്കറിയാൻ പാടില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം, അത് ചെറിയ ഇൻഫെക്ഷനായിട്ട് ആരംഭിച്ച് പിന്നീട് നമ്മുടെ നഖത്തിനടിയിൽ വ്യാപകമാകുന്ന ഇൻഫെക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഏക പരിഹാരമാർഗം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നീറ്റ് മരുന്ന് ഉപയോഗിക്കുകയാണ്. സാധാരണയുള്ള ഓയിൻമെൻറ്റുകൾ അല്ല, സാധാരണയുള്ള ലിക്വിഡായിട്ടുള്ള മരുന്നുകൾ, അണുനാശിനി ഉൾപ്പെടുന്ന ലിക്വിഡായിട്ടുള്ള മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് നഖത്തിനടിയിലേക്ക് കയറി ചെന്ന് ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ കുഴിനഖമായിട്ട് മാറി അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഉള്ള ഒരേ ഒരു മാർഗം കുഴിനഖ ലേപനം എന്ന കുഴിനഖത്തിനുള്ള നീറ്റ് മരുന്ന് ഉപയോഗിക്കുന്നത് കൂടി നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും.
വെറും 3 ദിവസം കൊണ്ട് മരുന്നിൻ്റെ ഉപയോഗത്തിൽ കൂടി വെറും 3 ദിവസം കൊണ്ട് നമുക്ക് കുഴിനകം മാറ്റാൻ സാധിക്കും എന്നറിയുമ്പോഴാണ് നമുക്ക് ആ മരുന്നിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഇത്രയും ലളിതമായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു അസുഖമായിട്ടാണല്ലോ നമ്മൾ മാസങ്ങൾ വർഷങ്ങൾ നമ്മളിങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെയും വൈകിട്ടും നമ്മുടെ ഇൻഫെക്ഷനുള്ള ഭാഗം ഒന്ന് ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ ഒന്ന് ക്ലീനാക്കി ഒപ്പിയതിന് ശേഷം ഒരു തുള്ളി കുഴിനകത്തിനുള്ള മരുന്ന്, ഒരു തുള്ളി നീറ്റുമരുന്ന്, ഒരു തുള്ളി ഒഴിച്ചാൽ മതി. അത് രാവിലെയും വൈകുന്നേരം 3 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കണം. ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വേദന ശമനം വന്നതായിട്ട് നമുക്ക് തോന്നും. അന്നേരം മരുന്ന് നിർത്തരുത്. 3 ദിവസം രാവിലെയും വൈകിട്ടും തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്നതിൽ കൂടി കുഴിനകം എന്നുള്ള അസുഖത്തിൽ നിന്ന് ശാശ്വതമായ കാര്യമായ ചെലവില്ലാതെ ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പാത്രം കഴുകുന്നതിന് വേണ്ടി ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഹാർഡായിട്ടുള്ള ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ ചർമ്മത്തിന് ഹാനികരമല്ലാത്ത, ചർമ്മത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ലിക്വിഡ് സോപ്പുകൾ ഉപയോഗിക്കാവൂ. അത്തരത്തിലുള്ള ലിക്വിഡ് സോപ്പ് സ്വദേശി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് എത്ര സമയം പാത്രം കഴുകിയാലും നഖത്തിൻ്റെ സൈഡിൽ നീറ്റലുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ചർമ്മ സംരക്ഷണം നടത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, എളുപ്പത്തിൽ രോഗശമനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരിക. നമ്മൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടി രോഗമില്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. ആ ഒരു വിഷയമാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ പരിശീലന പരിപാടി, സ്വദേശിയുടെ പരിശീലന പരിപാടികൾ എല്ലാ 2 മാസം കൂടുന്തോറും തിരുവനന്തപുരത്ത് പട്ടത്തുള്ള മരപ്പാലത്തുള്ള സ്വദേശിയുടെ കേന്ദ്ര ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശീലന പരിപാടികളൊന്ന് വന്ന് പങ്കെടുക്കുകയും ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള പരിശീലനം നേടുകയും ആ പരിശീലനം നേടുന്നതിൽ കൂടി നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളൊന്ന് എത്തിച്ചേരുകയും ചെയ്യുക. ആ ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. നമ്മുടെ വീടുകളിൽ നമുക്കാവശ്യമുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുക. അല്പം വരുമാനം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ അവർക്ക് അത്തരം ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ കൂടി മറ്റുള്ള അയൽവക്കത്തുള്ള വീടുകളിലേക്ക് കൊടുത്ത് അല്പം വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ സാധിക്കും. നമുക്ക് മിച്ചമുള്ള സമയം, ആ സമയം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വീടുകളിലേക്ക് ആവശ്യമുള്ള സോപ്പ് ഉൽപ്പന്നങ്ങൾ, ലിക്വിഡ് സോപ്പ് ഉൽപ്പന്നങ്ങൾ, സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ, ജാം ഉൽപ്പന്നങ്ങൾ, അങ്ങനെ പലഹാര ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, കേക്ക്, മനോഹരമായ കേക്ക്, ഐസിങ്ങും ഡെക്കറേഷനൊക്കെ നടത്തിയിട്ടുള്ള കേക്ക്, അതോടൊപ്പം തന്നെ അല്പം കൃഷി കാര്യങ്ങളിൽ നമ്മളൊന്ന് പരിശീലനം തേടുക. നമ്മൾ കൃഷി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷികളെല്ലാം നമ്മൾ രാസവളത്തെ അമിതമായിട്ട് ആശ്രയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കീടനാശിനികളെ അമിതമായിട്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷി പരിപാടികളാണ്. അതിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് മോചനം കിട്ടേണ്ട ആവശ്യമുണ്ട്. പൂർണ്ണമായിട്ടും പ്രകൃതി കൃഷിയിലേക്കൊന്ന് മടങ്ങി വരേണ്ടതുണ്ട്. നാടൻ പശു ഉള്ള ആൾക്കാർക്ക് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃഷിയിടത്തിൽ ആവശ്യമായിട്ടുള്ള മുഴുവൻ വളപ്രയോഗവും അതിൽ കൂടി നമുക്ക് നടത്താൻ സാധിക്കും. ഒരൊറ്റ നാടൻ പശു മതി. ഒരൊറ്റ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുകൊണ്ട് 30 ഏക്കർ സ്ഥലത്ത് നമുക്ക് കൃഷി നടത്താൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് സാധിക്കുന്ന മില്ലറ്റ് ചെറുധാന്യങ്ങളുടെ ഉപയോഗവും അതുകൊണ്ടുണ്ടാക്കാൻ സാധിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള മാറ്റവും പരിഹാരവും, ഇത്തരം കാര്യങ്ങൾ ആണ് സ്വദേശി നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ആളുകൾ വരുമാനമുണ്ടാക്കുന്ന പ്രവർത്തനമായിട്ട് കാണുന്നില്ല എങ്കിൽ കൂടിയും അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റമാണ്, വലിയൊരു
മനോഭാവത്തിലുള്ള മാറ്റം, അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള മാറ്റം, അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിന് നിങ്ങളെ എല്ലാവരുടെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണമെന്നും നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ കൂടി ഞാൻ സ്വദേശി പ്രവർത്തനം എന്ന് പറയുന്നത് ആരുടെയും സ്വന്തമായിട്ടുള്ള പ്രവർത്തനമല്ല, അതെല്ലാവരുടെയും പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എല്ലാവരും ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് സാധിക്കുമ്പോഴാണ് നാട്ടിൽ പുതിയൊരു വികസന സംസ്കാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ആ വികസന സംസ്കാരത്തിലേക്ക് അതിൽ പങ്കാളികളാകുന്നതിന് നിങ്ങളെ എല്ലാവരും ഞാൻ ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.